ഹമാസുകാർ ബന്ദിയാക്കിയ ഇസ്രയേലി വനിതകളെ മോചിപ്പിച്ചപ്പോൾ അവരുമായിട്ട് മാധ്യമപ്രവർത്തകർ നടത്തിയ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ സ്ത്രീകൾ പറയാണ് അവരനുഭവിച്ചൊരു സുരക്ഷിതത്വം, അതാണ് ശരിക്കും ഞെട്ടിച്ചത് എന്നുള്ളത്. കാരണം ഒരു സ്ത്രീ പറയുന്നത് എൻ്റെ ചിന്ത മുഴുവനും അവരെങ്ങനെയാണ് എന്നെ എന്താ ചെയ്യുക എന്നുള്ള ഒരു ഭയത്തിലായിരുന്നു. പക്ഷേ അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരാശ്വാസം തോന്നി. കാരണം അവർ പറയുകയാണ്, ഞങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളൊന്നും ചെയ്യില്ല. റേപ്പ് ചെയ്യപ്പെടുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നു മറ്റൊരു യുവതി. പക്ഷേ ഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിനവർ പറഞ്ഞൊരു കാരണം ഹമാസുകാർ വെളിപ്പെടുത്തിയത്, ഞങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ അവിടെ തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ ബന്ദികളാക്കിയ ആളുകൾക്ക് ഹിജാബ് ധരിക്കാൻ കൊടുത്തിരുന്നു, പർദ്ദ ധരിക്കാൻ കൊടുത്തിരുന്നു. ആ വസ്ത്രം ഞങ്ങൾക്ക് ഒരുപാട് സുരക്ഷിതത്വമാണ് നൽകിയത് എന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം എന്താണോ ഹമാസിൻ്റെ പോരാളികൾ കഴിക്കുന്ന ഭക്ഷണം അതുതന്നെയാണ് ഈ ബന്ദികൾക്ക് നൽകിയിരുന്നത്. നമുക്കറിയാം, ആ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ വളരെ ആരോഗ്യവാന്മാരായിട്ടാണ് അവരെ തിരികെ വിട്ടത്. പക്ഷേ ഇസ്രായേലിയുടെ തടവിൽ കഴിഞ്ഞ പലസ്തീൻകാരെ വിട്ടപ്പോൾ അവർ എല്ലും തോലുമുള്ളൊരു സാഹചര്യത്തിലായിരുന്നു. അതാണ് രണ്ടു കൂട്ടരും തമ്മിലൊരു വ്യത്യാസം. കാരണം അന്യ സ്ത്രീകളെ കാണാൻ പോലും പാടില്ല എന്ന രീതിയിലായതുകൊണ്ടാണ് അവർക്ക് ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം പോലും കൊടുത്തത് എന്നുള്ളതാണ് ഈ യുവതികൾ വെളിപ്പെടുത്തുന്നത്. രണ്ട് ഐഡിയോളജി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ തടവിലാക്കപ്പെട്ട ബന്ദികളിൽ നിന്ന് രക്ഷപ്പെട്ട ഈ യുവതികളുടെ തുറന്നു പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാവും.